ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. മൗനരാഗം സീരിയലിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ ദാ നമ്മുടെ കിരണിനെ കൊല്ലാനെത്തിയ സരയുനെ പറപ്പിച്ച് വിട്ടിരിക്കുക നമ്മുടെ കല്യാണിയും കിരണും കൂടി ചേർന്ന്. അങ്ങനെ അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ കിരൺ പറഞ്ഞു, അതെ, നിനക്ക് ഇതിലും വലുത് ഒരു കാര്യം നിന്റെ ജീവിതത്തിൽ സംഭവിക്കാനുണ്ട്. അതെന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നീ ഒന്ന് നന്നാവാൻ ശ്രമിക്കുക. പിന്നീട് നിനക്ക് ആരെയും കൊല്ലാൻ തോന്നില്ല എന്ന് കിരൺ ഒരു താക്കീത് കൊടുത്ത് വിടുക. അപ്പം സരയുവാണെങ്കിൽ കരണ്ട് തടിയും കൊണ്ട് ഭയങ്കര സങ്കടത്തിൽ അവൾ അവിടെ നിന്ന് പോകുമ്പോൾ നമ്മുടെ കല്യാണിയാണെങ്കിൽ കിരണിനോട് പറഞ്ഞു, കിരണേട്ടാ, ഇപ്പം കിരണേട്ടൻ തളർന്നു കിടക്കുന്ന അവസ്ഥയിലായിരുന്നെങ്കിൽ അവൾ കിരണേട്ടൻ്റെ കഴുത്ത് ഞെരിച്ചപ്പോൾ എന്തെങ്കിലും സംഭവിക്കില്ലായിരുന്നോ? എന്തായാലും അവൾ അവളുടെ അച്ഛനെയും എൻ്റെ അനിയൻ വിക്രത്തിനെയും ഒക്കെ പോലെ അത്രയും ദുഷ്ട മനസ്സുള്ള ഒരുത്തിയ. അവൾക്ക് കിട്ടാനുള്ള ഒരു ശിക്ഷയെന്ന് പറഞ്ഞാൽ മനോഹർ എന്ന് പറയുന്ന അവൻ അവളുടെ ജീവിതത്തിൽ വന്ന് ചേർന്നത് തന്നെയാണെന്ന് കല്യാണി പറയുക. അപ്പം ദീപയാണെങ്കിലോ അവളും പറയുന്നുണ്ട്, അതേ മോനെ, ഇവറ്റകളെ ഒക്കെ പേടിക്കണം. ആ ബഗാസുരൻ്റെ ചോരയാണല്ലോ, അതുകൊണ്ട് തന്നെ അവളുടെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവും വരില്ല. എന്തായാലും എൻ്റെ മക്കള് കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നീട് ആ ഒരു സീൻ കഴിയുമ്പോൾ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ സരയു ശാരിയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അപ്പോൾ അവിടെ ചെന്ന പാടെ തന്നെ ശാരി ചോദിച്ചു, എന്തു പറ്റി മോളെ, നിനക്ക് എന്തോ ഒരു ടെൻഷൻ പോലെ? അല്ല, നിന്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? കവളൊക്കെ ചുവന്നിട്ടുണ്ടല്ലോ, നിന്നെ ആരെങ്കിലും ഉപദ്രവിച്ചോ എന്ന് ചോദിക്കുക. സരയു അതിന് മറുപടി പറയുന്നതിന് മുന്നേ തന്നെ കല്യാണി അവിടെ പാഞ്ഞെത്തി. കല്യാണി പറഞ്ഞു, അതേ, അവളെ ഉപദ്രവിച്ചത് മറ്റാരുമല്ല, ഞാൻ അവളുടെ കരണക്കുറ്റി അടിച്ച് തിരിച്ചു വിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കേട്ടതും ശാരിക്ക് ദേഷ്യം വരിക. ശാരി പറയുന്നുണ്ട്, എടി, നീ എന്താ കാണിച്ചത്? എൻ്റെ കുഞ്ഞിനെ നീ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഭർത്താവ് അദ്ദേഹം തളർന്നു കിടക്കുകയാണെന്ന് കരുതിയിട്ട് ഇവളാ വീട്ടിലേക്ക് വന്നത്. അങ്ങനെ വന്നവളെ ഞാൻ വെറുതെ വിടണോ? അത് കേട്ടതും ശാരി ശരിക്കും ഞെട്ടി. നീ എന്തിനാ മോളെ അങ്ങോട്ട് പോയതെന്ന് നമ്മുടെ സരയിനോട് ചോദിക്കുമ്പം അത് ഞാൻ പറഞ്ഞു തരാം ആൻറ്റി എന്ന് പറഞ്ഞ് നമ്മുടെ കിരൺ അങ്ങോട്ട് വരിക. കിരണിനെ കണ്ടപാടെ തന്നെ ശാരി ശരിക്കും ഞെട്ടി. ഇതെന്താ ഇത്? നിങ്ങളൊക്കെ വിചാരിച്ചതെന്താ? ഇത്രയും കാലവും ഞാൻ തളർന്നു കിടക്കുകയായിരുന്നെന്നാണോ? ആശുപത്രിയിൽ വെച്ച് തന്നെ എനിക്ക് അത്യാവശ്യം നടക്കാനുള്ള ആ ഒരു ആരോഗ്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങളൊക്കെ എന്നെ കണ്ട് എത്രമാത്രം സന്തോഷിച്ചു എന്ന് ഞാനേ കണ്ടറിയായിരുന്നു. ഇപ്പം ദാ ഇവൾ ഇന്ന് എൻ്റെ വീട്ടിൽ കയറി വന്ന് എൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് എന്നെ കൊല്ലാനാണ് ശ്രമിച്ചത്. അങ്ങനെയുള്ള അവളെ കല്യാണി കൈകാര്യം ചെയ്തില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ എന്ന് കിരൺ പറയുക. ഇതൊക്കെ കേട്ട് സ്തംഭിച്ച് നിൽക്കുക നമ്മുടെ ശാരി. എന്തായാലും ഇപ്പം ഞങ്ങൾ ഇവിടെ വരെ വന്നില്ലേ, നിങ്ങളും ഈ കാര്യങ്ങളും ഒക്കെ അറിഞ്ഞു. ഞങ്ങളിവിടെ വന്നില്ലെങ്കിൽ തന്നെ സരയു നടന്ന സംഭവങ്ങളൊക്കെ നിങ്ങളോട് പറയുമല്ലോ. ഇനി അകത്ത് കിടക്കുന്ന ആ ബഗാസുരനെ പോയി ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് അവനും കല്യാണിയും കൂടി ആ ബഗാസുരൻ്റെ റൂമിലേക്ക് പോകുമ്പോൾ ശാരി ചോദിച്ചു, എൻ്റെ മോളെ, നിനക്ക് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അമ്മേ, ആ പോയവളുണ്ടല്ലോ ആ കല്യാണി, അവൾ ഇന്ന് മുതലാ കിരണേട്ടൻ്റെ ജീവിതത്തിൽ വന്നത്. കിരണിൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് ഞാൻ അവൻ ആരുമല്ലാതെ ആയത്. എന്തായാലും എൻ്റെ നാശത്തിൻ്റെ തുടക്കമാണ് ആ അകത്തോട്ട് പോയ കല്യാണി എന്ന് സരയു പറഞ്ഞു. ശാരിയാണെങ്കിൽ ഭയങ്കര നിസ്സഹായ അവസ്ഥയിൽ. എന്ത് ചെയ്യാനാ, മകൾക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടി, ഇനിയിപ്പം ആശ്വസിപ്പിക്കുകയല്ലെന്ന ആ ഒരു ഇതല്ലാണ്ട് വേറൊന്നും നമ്മുടെ ശാരിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പോഴാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ വിക്രത്തെയാ. വിക്രം ജയിലിൽ കിടക്കുന്ന ഗംഗാപ്രസാദിനെ കാണാൻ വേണ്ടി അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പം പുള്ളിക്കാരൻ അങ്ങ് വരുന്നു. അപ്പം ഗംഗയെ കണ്ടതും, ഗംഗേട്ടാ, ഇപ്പോൾ ഉണ്ടല്ലോ എൻ്റെ കയ്യിൽ ഒരുപാട് പണമുണ്ട്. ആ പണം വെച്ചിട്ട് ഗംഗേട്ടനെ പുറത്തിറക്കാനായിട്ട് ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാ. വേണ്ടടാ, എനിക്കും നല്ല സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ളതാ. പക്ഷേ നമ്മൾ വെക്കുന്നതിൻ്റെ ഡബിള് അവരിട്ട് കളിക്കും. നല്ല കൊള്ളാവുന്നൊരു വക്കീലിനെ വെച്ച് മാക്സിമം എനിക്ക് ശിക്ഷ വാങ്ങിത്തരാനായിരിക്കും കാർത്തികയും കല്യാണിയും ഒക്കെ ശ്രമിക്കുന്നത്. എന്ത് ചെയ്യാനാ, പെങ്ങാമാരാണെന്ന് പറഞ്ഞിട്ട് വല്ല പ്രയോജനമുണ്ടോ? എൻ്റെ ഏട്ടൻ എന്തിനാ അവളുമാർ പെങ്ങാമാരാണെന്നൊക്കെ പറയുന്നത്? അവളെയൊക്കെ ഉണ്ടല്ലോ കൊന്നു കളയാ വേണ്ടത്. പിന്നെ ഇപ്പം എൻ്റെ കയ്യിൽ ഒരുപാട് പണം വന്നെന്ന് പറഞ്ഞില്ലേ, അതെങ്ങനെയാണെന്ന് അറിയോ? ഞാൻ ആ രാജപ്പൻ്റെ വീട്ടിൽ കയറി. അയാൾ പൂത്തി വെച്ചിരുന്ന സ്വർണവും പണവും ഒക്കെ ഞാനും എൻ്റെ കൂട്ടുകാരും ചേർന്ന് എടുത്തു. എന്തായാലും ഇനി രാജപ്പന് തലയ്ക്ക് കുറച്ചൊരു ക്ഷതം സംഭവിച്ചത് കൊണ്ട് തന്നെ പുള്ളിക്കാരൻ ഇനി ഇതിൻ്റെ പേരിൽ കേസൊന്നും കൊടുക്കാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ അടുത്തത് ആരുടെ വീട്ടിലാണ് കയറാൻ പോകുന്നതെന്ന് അറിയോ?
അവള് ആ കാർത്തികയുടെ വീട്ടിലാണ് ഞാൻ കയറാൻ പോകുന്നത്. കാർത്തികയും അവളുടെ അമ്മയും ഒക്കെ വലിയ സന്തോഷത്തിലാണ്. ഗംഗേട്ടൻ ജയിലിലായതുകൊണ്ട് തന്നെ ആരും വന്ന് ഇനി അവരെ ഒരു രീതിയിൽ ശല്യം ചെയ്യില്ല എന്ന് ഭയങ്കര വിശ്വാസത്തിൽ നിൽക്കുക. അതുകൊണ്ട് തന്നെ അവിടെ സഹായത്തിന് പ്രത്യേകിച്ച് ആരും തന്നെ ഇല്ല. പിന്നെ അവളുടെ അമ്മ ചെന്നൈയിലോ എവിടെയൊക്കെയോ പോയിരിക്കുക. അവിടെ സഹായത്തിന് വരുന്ന ചേച്ചി രാത്രി അവിടെ അങ്ങനെ നിൽക്കാറില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി അവളുടെ വീട്ടിൽ കയറി അവളുടെ വീട്ടിലുള്ള സ്വർണവും പണവും ഒക്കെ അടിച്ചെടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ നീ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യുമെന്ന് ഗംഗാപ്രസാദ് വിക്രത്തോട് ചോദിച്ചു. എന്താ ചേട്ടാ ചെയ്യേണ്ടത്? അതെ, അവൾ ഇനി പുറം ലോകം കാണരുത്. ചേട്ടൻ എന്താ ഉദ്ദേശിച്ചത്? അവളെ ഞാനങ്ങ് തട്ടിക്കളഞ്ഞ ചേട്ടന് സന്തോഷമാവോ? ആകൂടാ, അങ്ങനെയാണെങ്കിൽ നിനക്ക് 100 കോടി പുണ്യം കിട്ടും. ആദ്യം അവളെ തട്ടണം, അതിനുശേഷം ആ ലക്ഷ്മി അമ്മയെ തട്ടണം. പിന്നീട് സ്വത്തുക്കളൊക്കെ എൻ്റെ പേരിൽ തന്നെ വരും. അങ്ങനെയാണെങ്കിൽ ദേ നിനക്ക് കോടികളുടെ ലാഭം ഉണ്ടാവുമെന്ന് നമ്മുടെ വിക്രത്തെ പറഞ്ഞ് മോഹിപ്പിക്കുകയാണ് ഗംഗാപ്രസാദ്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി. ചേട്ടൻ ധൈര്യമായിട്ടിരിക്കും. 2 ദിവസത്തിനുള്ളിൽ അവൾ മരിച്ചു എന്നുള്ള വാർത്ത ചേട്ടനെ ഞാൻ കേൾപ്പിച്ചിരിക്കും. പിന്നെ അതുമാത്രമല്ല, ആ പേര്, അതായത് ചേട്ടൻ നേരത്തെ പറഞ്ഞല്ലോ പെങ്ങളെന്ന്, ആ പെങ്ങൾ മരിച്ചതിൻ്റെ പേരിൽ ചേട്ടന് പുറത്തിറങ്ങാനും സാധിക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ പോലീസുകാരുടെ കണ്ണ് വെട്ടിച്ച് ചേട്ടനുള്ള ഒളിത്താവളം ഈ വിക്രമാദിത്യനായിരിക്കും സെറ്റ് ചെയ്ത് തരിക. എന്നെയും എൻ്റെ അച്ഛനെയും ഒക്കെ ഒരുപാട് കറക്കിയവളാണ് അവള്. അങ്ങനെ ദാ ഇവര് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നിൽക്കുക. ഈ സമയമാണെങ്കിൽ ദാ നമ്മളെ കാണിക്കുന്നത് കിരണിനെയും കല്യാണിയോ. അപ്പൊ ബഗാസുന്റെ റൂമിലേക്ക് കല്യാണി കയറി ചെന്നു. നീ എന്താ ഇവിടെ എന്ന് രാഹുൽ നമ്മുടെ കല്യാണിയോട് ചോദിച്ചതും, അതെന്താ എനിക്കിവിടെ വരാൻ മേലെ? ഞാനിവിടെ വന്നത് നിങ്ങളെ ഒന്ന് കാണാൻ വേണ്ടിയാ. ഞാൻ തനിച്ചല്ലല്ലോ വന്നത്, അങ്കിളിനൊരു ഗസ്റ്റ് ഉണ്ട്, ആളെ ഞാൻ വിളിക്കട്ടെ എന്ന് പറഞ്ഞു. കല്യാണിയും കിരണും കൂടി മുന്നിൽ വന്ന് നിൽക്കുന്നത് കണ്ടതും ബഗാസുരൻ വരക്കാൻ തുടങ്ങി. എന്താ ഇത്? ഇവനോ? അല്ല അങ്കിളെ എന്താ വിചാരിച്ചിരുന്നത്? ഞാൻ എഴുന്നേറ്റ് നടക്കില്ലെന്നാണോ അങ്കിൾ കരുതിയിരുന്നത്? എന്തായാലും അങ്കിളിനിപ്പം മനസ്സിലായല്ലോ. പിന്നെ അങ്കിളിൻ്റെ മോളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവള് ഇനിയും ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഉണ്ട്. മനോഹർ എന്ന് പറയുന്നവൻ നാട് നീളെ പെണ്ണ് കെട്ടി നടക്കുന്ന ഒരുത്തനാണെന്ന് അവൾ അറിയുന്ന നിമിഷം അന്ന് തീരും അവളുടെ എല്ലാ അഹങ്കാരവും. പിന്നെ ഒരു മനുഷ്യന്റെ ദേഹത്തും അവൾ ഒരു നുള്ളു മണ്ണ് കോരി ഇടാത്ത രീതിയിൽ അവൾ മാറിക്കോളൂന്ന് നമ്മുടെ കിരൺ ബഗാസുറിന്റെ അടുത്ത് പറയുക. പിന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു സന്തോഷ വാർത്ത കൂടി പറയാം. നിങ്ങൾ ഈ പരുവത്തിൽ കിടക്കുന്നുണ്ടല്ലോ, അതിൻ്റെ കാരണക്കാരൻ ഞാൻ തന്നെയാ. പിന്നെ ഇനി എൻ്റെ നേരെയും എൻ്റെ അച്ഛൻ്റെ നേരെയും എൻ്റെ ഭാര്യയുടെ നേരെയും ഒക്കെ എന്തെങ്കിലും വില്ലത്തരമായിട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ ഞാനങ്ങ് കുളിപ്പിച്ച് കിടത്തും. ശ്രീകൃഷ്ണ ഭഗവാൻ ഹംസനെ കൊന്നതുപോലെ തന്നെ തൻ്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനമാക്കൂടോ എന്ന് പറഞ്ഞ് കിരൺ അവിടെ നിന്ന് പോരുക. അപ്പം കല്യാണി പറഞ്ഞു, അതെ സന്തോഷമായല്ലോ അല്ലേ? ഇനി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നേർക്ക് നേർ മുട്ടണം, അല്ലാതെ ആ ഗംഗാപ്രസാദിനെ പോലെയുള്ള ആൾക്കാരെയൊക്കെ പിടിച്ചിട്ട് ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കണ്ടതല്ലേ അവനിപ്പോൾ ചെയ്യില്ല. ഇത് കേട്ട പാടെ തന്നെ ഗംഗാപ്രസാദോ അതാരാ എനിക്കറിയില്ലല്ലോ എന്ന് രാഹുൽ പറയാം. അത് കൊള്ളാലോ അങ്കിളിൻ്റെ ഈ കള്ളത്തരമൊക്കെ അങ്കിളിൻ്റെ മനസ്സിൽ വെച്ചാൽ മതി, അതൊന്നും ഞങ്ങളുടെ അടുത്ത് എടുക്കണ്ടെന്ന് കല്യാണി മറുപടിയും പറഞ്ഞു. അങ്ങനെ അവർ വലിയ സന്തോഷത്തിൽ അവിടെ നിന്ന് ഇറങ്ങി പോവാ. ഈ സമയമാണെങ്കിൽ നമ്മളെ കാണിക്കുന്നത് കാർത്തികയുടെ വീടിന്റെ മതിൽ ചാടി അകത്ത് കിടക്കുന്ന വിക്രത്തിനെയും കൂട്ടുകാരെയും ഒക്കെയാ. അവര് അവിടെ എത്തിയതും നമ്മുടെ കാർത്തികയാണ് നല്ല ഉറക്കമാ. അടുക്കളയിൽ ആ ഒരു കുറ്റിയൊക്കെ എടുത്തതിന് ശേഷം ഇവന്മാരെല്ലാവരും അകത്ത് കയറി. എന്നിട്ട് നമ്മുടെ കാർത്തികയുടെ റൂമിലെത്തി. കാർത്തികയാണെങ്കിലോ അനക്കം കേട്ട് ഞെട്ടി എഴുന്നേക്കുമ്പം മുന്നിൽ നിൽക്കുക 3-4 പേര് മുഖംമൂടിധാരികളായിട്ടുള്ള ആ ചെറുപ്പക്കാരെ കണ്ടതും അവൾ പെട്ടെന്ന് തന്നെ അവളുടെ തലേനയുടെ അടിയിൽ വെച്ചിരുന്ന ആ ഒരു ഗണ്ണെടുത്ത് ഇവന്മാർക്ക് നേരെ നീട്ടി. അത് കണ്ടതും വിക്രമല്ല ആള്. അവന്റെ കയ്യിൽ കരുതിയിരുന്ന ആ ഒരു വടി വെച്ച് അവൻ കാർത്തികയുടെ കൈക്കിട്ടൊന്ന് കൊടുത്തതും കയ്യിൽ നിന്ന ഗണ്ണൊക്കെ നിലത്ത് പോയി. അതിനുശേഷമാണെങ്കിലോ നീയൊക്കെ ആരാടാന്ന് ചോദിച്ച് കാർത്തിക ബഹളം വെക്കാൻ തുടങ്ങി. അപ്പൊ തന്നെ അവൻ ആ മുഖം മൂടി മാറ്റിയിട്ട്, എടി ഞാനടി വിക്രമാദിത്യനാ, നിന്റെ കാലനാ ഇവിടെ എത്തിയിരിക്കുന്നത്. നീ ഇവിടെ വീട്ടിലാണ് സ്വർണവും പണവും ഒക്കെ വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതൊക്കെ എടുത്ത് നിന്റെ പാപ്പരാക്കാൻ വേണ്ടി തന്നെയാ വന്നിരിക്കുന്നത്. അല്ലെങ്കിലും മരിക്കാനുള്ള നിനക്ക് എന്തിനാ സ്വർണവും സ്വത്തും ഒക്കെ?
എന്തായാലും അത് മൊത്തത്തിൽ ഞാനിങ്ങനെ എടുക്കുക. അങ്ങനെ പറഞ്ഞ് അവളുടെ അലമാരിയിലുള്ള സ്വർണവും പണവും ഒക്കെ ഈ കള്ളന്മാരെല്ലാവരും കൂടി ചേർന്ന് അവരൊരു ബാഗിനകത്താക്കി. അതിനുശേഷമാണെങ്കിലോ നമ്മുടെ വിക്രം പറഞ്ഞു, എടാ നിങ്ങളെല്ലാവരും പുറത്തേക്ക് വയ്ക്കും, എനിക്ക് ഇവളോട് പേഴ്സണലായിട്ട് കുറച്ച് കടം തീർക്കാനുണ്ട്. ഇവളെ എന്നെയും എൻ്റെ അച്ഛനെയും ഒരുപാട് കാലം കുരങ്ങ് കളിപ്പിച്ചതാ. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ടടി അന്നത്തെ ദിവസം എൻ്റെ അച്ഛൻ കതിർ മണ്ഡപത്തിൽ വന്ന് കഷ്ടപ്പെട്ട ആ ദിവസം. നീ മരിച്ചു കഴിഞ്ഞാൽ അടുത്ത ടാർഗറ്റ് നിന്റെ അമ്മ ലക്ഷ്മിയാ. അവരെയും നീ വരുന്ന വഴിക്ക് തന്നെ ഞാൻ പറഞ്ഞയക്കാന്ന് നമ്മുടെ വിക്രം കാർത്തികയുടെ അടുത്ത് പറയുക. എടാ മരിക്കാനൊന്നും ഒരു പേടി എനിക്കില്ലടാ. പിന്നെ എനിക്കുള്ളൊരു കാര്യം, എൻ്റെ അനുജത്തിയ, അവളാ എൻ്റെ ബലം. അവളും അവളുടെ ഭർത്താവും എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ചോദിക്കാൻ എത്തുമെന്ന് പറഞ്ഞു. ആ നിനക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലേ? അതിനധികം നാളെ ആയുസില്ല മോളെ. ദേ ഞാൻ നിന്നെ ആദ്യം പറഞ്ഞയക്കും. അതിനുശേഷം ആ കല്യാണി എന്ന് പറയുന്നവളെയും അവളുടെ ഭർത്താവിനെയും നീ പോകുന്നിടത്തേക്ക് ഞാൻ പറഞ്ഞയച്ചോളാം. എന്തായാലും അതിന് വലിയ താമസമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ പറഞ്ഞ് വിക്രമാണെങ്കിൽ നമ്മുടെ കാർത്തികയെ ആക്രമിക്കാൻ ഒരുങ്ങുക. കയ്യിൽ കരുതിയിരിക്കുന്ന ഇരുമ്പോടി എടുത്ത് കാർത്തികയുടെ നേരെ കാണിച്ചു. അതെ, ഇത് വെച്ച് തലക്കിട്ടൊരു കൊട്ടു കൊട്ടിയാൽ മതി മോളെ, നിന്റെ കാര്യം പോക്കാണ്. അപ്പോൾ കാർത്തികയാണെങ്കിലോ പേടിച്ച് നിലത്ത് വീഴുക. അങ്ങനെ അവള് അവിടെ നിന്നും ഒരു സ്ഥലത്ത്, അതായത് ഒരു മൂലയ്ക്ക് പോയി ഒതുങ്ങി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് തൻ്റെ കയ്യിൽ കരുതിയിരുന്ന ഇരുമ്പോടി എടുത്ത് നമ്മുടെ വിക്രം കാർത്തികയെ അടിക്കാനൊരുങ്ങുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. വീഡിയോസ് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടെ സപ്പോർട്ട് ചെയ്യുക. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, താങ്ക്